ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 202. 4 പുരുഷന്മാരുടെ നേർച്ചയെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതും നാസിർ വ്രതത്തെ സംബന്ധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രമാണം സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. വ്രത ദിവസങ്ങൾ കഴിഞ്ഞ് വ്രതസ്ഥൻ ദേവാലയത്തിലെത്തി ചില വഴിപാടുകൾ കഴിക്കുകയും തല ക്ഷൗരം ചെയ്ത മുടി യാഗാഗ്നിയിൽ ദഹിപ്പിക്കുകയും വേണം. ഈ വഴിപാടുകൾ വളരെ ചിലവേറിയായിരുന്നതിനാൽ നിർധനർക്ക് ഈ സമർപ്പണ വ്രതം അനുഷ്ഠിക്കുവാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സുണ്ടായിട്ടും മാർഗമില്ലാതെ വലയുന്ന ഈ സാധുക്കളെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ ഔദാര്യമതികളായ ധനികർ മുന്നോട്ട് വരാറുണ്ടായിരുന്നു. പൗലോസ് പണക്കാരനായിരുന്നില്ല. അഷ്ടിക്ക് കൈകൊണ്ട് വേല ചെയ്ത് ജീവിച്ച ഒരു സാധു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് യെരുശലേമിലെ മൂപ്പന്മാർ ഇതിലേക്ക് വേണ്ടി വന്ന പണം സഹായനിധിയിൽ നിന്നും പൗലോസിന് എടുത്തു കൊടുത്തു. പൗലോസും ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. പിറ്റേ ദിവസം പൗലോസ് മ്നാസോൻ്റെ വീട്ടിൽ നിന്നും ദേവാലയത്തിലെ അന്തർപ്രാകാരങ്ങളിലേക്ക് താമസം മാറ്റി. ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തിയ ശേഷം പുരോഹിതൻ്റെ മുമ്പിൽ ഹാജരായി ആ 4 പേർക്കു വേണ്ടി വഴിപാട് കഴിക്കുവാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അങ്ങനെ 7 ദിവസങ്ങൾ അവസാനിക്കാറായപ്പോൾ പ്രശ്നങ്ങളും രൂക്ഷമായി കഴിഞ്ഞു. പൗലോസിനെ കണ്ടു പരിചയമുള്ള യഹൂദന്മാർ കൊരിന്തിൽ നിന്നും എഫെസോസിൽ നിന്നും പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ എഫെസോസിലെ ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവർ പൗലോസിനെ മുമ്പൊരു ദിവസം എഫേസ്യനായ ത്രോഫിമോസിനോട് കൂടെ നഗരത്തിൽ കണ്ടിരുന്നുമുണ്ട്. ഈ ത്രോഫിമോസ് വിജാതീയനാണ്. അതുകൂടി അറിയാവുന്നവരായിരുന്നു ഈ തീർത്ഥാടകർ. ഹെരോദാവിൻ്റെ ദേവാലയ പരിസരത്തെ മുഖ്യമായി 2ആയി ഭാഗിച്ചിരുന്നു. ഒന്ന് ജാതികളുടെ പ്രാകാരം എന്ന പുറത്തുള്ള പ്രാകാരം. അത് മതിൽ കെട്ടി തിരിച്ച് വന്നിരുന്നു. അതിനപ്പുറം അന്തർപ്രാകാരം. ഈ മതിലിന്മേൽ ജാതികൾ അന്തർപ്രാകാരത്തിലേക്ക് കടക്കുന്നത് തടഞ്ഞുകൊണ്ട് ഗ്രീക്ക്, റോമൻ, എബ്രായ ഭാഷകളിലുള്ള അറിയിപ്പുകൾ കൊത്തിവച്ചിരുന്നു. മറ്റൊരു നിലയിൽ യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ദേവാലയത്തിനകത്ത് ഒരു പുറജാതിക്കാരൻ പ്രവേശിക്കുന്നത് മരണകരമായ കുറ്റമാണ്. പുറത്തുള്ള ജാതികളുടെ പ്രാകാരം വരെ ആർക്കും വരാം. അത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാൻ പുറജാതികൾക്ക് അവകാശമില്ല. പുറജാതികളുടെ പ്രാകാരത്തിനും സ്ത്രീകളുടെ പ്രാകാരത്തിനും ഇടയ്ക്കുള്ള മതിലിന്മേൽ പതിച്ചിരുന്ന ശിലാഫലകത്തിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു: ദേവാലയത്തിന് ചുറ്റുമുള്ള മതിൽക്കെട്ടിനകത്തേക്ക് അന്യജാതിക്കാർക്ക് പ്രവേശനമില്ല. ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ അതിൻ്റെ പരിണിത ഫലമായ വധശിക്ഷയ്ക്ക് അവൻ മാത്രമായിരിക്കും ഉത്തരവാദി. ഈ കുറ്റത്തിന് സനദ്രീൻ സംഘം നൽകുന്ന വധശിക്ഷയ്ക്ക് റോമൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ഉണ്ടായിരുന്നു. ഇനി അയാൾ റോമൻ പൗരനായാൽ പോലും ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകളിലാണ് ഈ ശിലാഫലകം എഴുതിയിരുന്നത്. ഇങ്ങനെയുള്ള ശിലാഫലങ്ങളിൽ ഒരെണ്ണം AD 1871 കണ്ടെത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഇസ്താംബൂളിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1935 കണ്ടെടുക്കപ്പെട്ട മറ്റൊരെണ്ണം ഇപ്പോൾ യെരുശലേം മ്യൂസിയത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വേർപാടിൻ്റെ നടുചുവരിനെ പറ്റിയാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 പൗലോസ് ആലങ്കാരികമായി പറഞ്ഞിട്ടുള്ളത്. പൗലോസിനെ ദേവാലയത്തിൽ കണ്ട ആസ്യക്കാർ ത്രോഫിമോസിനെ പൗലോസ് ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. അല്ല, മനഃപൂർവ്വം അവർ അങ്ങനെ പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. അവർ പൗലോസിനെ പിടിച്ചു. എന്നിട്ട് വിളിച്ചു കൂവി, ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിന് വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധതലം തീണ്ടിക്കളഞ്ഞു. ദേവാലയം തീണ്ടിക്കൽ എന്ന നിലയിലാണ് അക്കാലത്ത് ഇതറിയപ്പെട്ടിരുന്നത്. ഇത് കേട്ടവർ ഓടിയെത്തി. പെട്ടെന്ന് അവിടെ ഒരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടി. അവർ നിയമം കയ്യിലെടുത്തു. മതഭ്രാന്ത് അവിടെ നഗ്നതാണ്ഡവമാടി. വിശുദ്ധ സ്ഥലത്ത് ചോര വീഴാതിരിക്കാൻ അവർ പൗലോസിനെ ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. പുറത്തുള്ള തെരുവുകളിൽ നിന്നും ആളുകൾ അകത്തേക്ക് ഇരച്ചു കയറുവാൻ തുടങ്ങി. അപ്പോൾ ദേവാലയത്തിലെ പടയാളികൾ പെട്ടെന്ന് വാതിലുകൾ അടച്ചു. ജനം പൗലോസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ദേവാലയ പരിസരത്ത് വടക്കു പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന അന്റോണിയ കോട്ടയിൽ ഈ വിവരമറിഞ്ഞു. തുടർന്നടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.